അങ്ങനെ വീണ്ടും ഒരു വൈകുന്നേരം എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് ഒരു മാങ്ങയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ലുക്കിന് കൊടുക്കാതല്ല കഴിക്കുന്നത്, ആൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പല്ലിലൊക്കെ ഇതിൻ്റെ നാര് കയറും, അതുകൊണ്ടിട്ട് ഞാൻ മുറിച്ച് കഴിക്കുന്നത്. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് രണ്ടുപേരും വെളിയിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഈ കാണുന്ന ചെടി ഉണ്ടല്ലോ, വർഷങ്ങളായിട്ടുള്ള ചെടിയാണ്. ഇതിൽ 3-4 എണ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഒരുപാട് വർഷം പഴക്കമായിട്ടുള്ളത്. ഇത് നമ്മുടെ ഉള്ളിച്ചെടിയാണ്, നിറച്ച് പൂവുണ്ടാവും. ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അമ്മ. പിന്നെ ഞാൻ ചെടി നട്ടില്ലെങ്കിലും പച്ചക്കറി എന്തായാലും നടും. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് തൈ അമ്മയ്ക്ക് കൊണ്ടുവന്നു കേട്ടോ. വെണ്ടയ്ക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, അത്യാവശ്യം വെണ്ടയ്ക്കയൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് പക്ഷേ ഇത് എടുത്തില്ല, സാമ്പാറിനെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ച്. അമ്മ ഒരാളായിരിക്കും, ഇത് മാത്രം മതി കേട്ടോ. പിന്നെ ഇതിന് താഴെ കാണുന്നുണ്ടല്ലോ, ഇത് നിറച്ച് കോവല കേട്ടോ. കോവലിൻ്റെ കോവയ്ക്ക ഉണ്ടല്ലോ, അതിട്ട് നമ്മൾ അങ്ങനെ അരിയായിട്ട് വീണങ്ങ് കിളുത്തുക കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും അമ്മൂമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മയെ കണ്ടതിൻ്റെ സന്തോഷം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെയും അവിടെ നിന്ന് 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ മാവയിൽ നിന്ന് വീണതാന്നേ. ഇതിലിങ്ങനെ നോക്കണ്ട, നിറച്ചു മാങ്ങയുണ്ട്. അങ്ങനെ അമ്മ ഒരു തോട്ടിയൊക്കെ ആയിട്ട് പിച്ചാൻ പോയിട്ടുണ്ട്. കല്ല് സ്നാക്സും എടുത്ത് അതിന് വഴക്കിടുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ ആൾ. അങ്ങനെ അമ്മ പറിക്കുന്നുണ്ടപ്പോഴത്തേക്കും ഞാൻ അമ്മേനെ ഒന്ന് സഹായിക്കാൻ പോയത് കേട്ടോ. ബാക്കി മൊത്തം ഞാൻ പറിക്കേണ്ട വന്നു. എന്തായാലും കുഴപ്പമില്ല, ചാടിയും തുള്ളിയൊക്കെ പറിച്ചിട്ടുണ്ട്. നോക്കിയേ, നിറച്ച് പഴുത്ത മാങ്ങ കേട്ടോ. അതിൻ്റെ മേളിലുണ്ടായിരുന്നതെല്ലാം കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാങ്ങക്കള്ളൻ എൻ്റെ മാങ്ങ എടുത്തുകൊണ്ട് ഓടുക കേട്ടോ. ഒരെണ്ണം ഞാൻ കൊടുത്തതായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി എടുത്തിട്ട് പോയിട്ടുണ്ട്. കല്ല് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയൊക്കെ കണക്ക് കൂട്ടി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.